നമ്മൾ സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ്. ആ ഒരു സിനിമ വ്യവസായം നിൽക്കുന്നത് തന്നെ കുറേ ആരാധകരും പ്രേക്ഷകരും ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. നമുക്ക് നല്ല നല്ല കോമഡി എൻ്റർടൈനർ ആയാലും ത്രില്ലർ ആയാലും ഫിക്ഷൻ ആയാലും അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലെ സിനിമകളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂ പറയാനായിട്ടും ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയാസ് തുറന്നു കഴിഞ്ഞാൽ തന്നെ അന്ന് തന്നെ അതിൻ്റെ റിവ്യൂസ് പറയുന്ന തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഒരു സിനിമ വ്യവസായത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ അത് ബാധിക്കുക? ഈ റിവ്യൂസ് എന്ന് പറയുന്നത് നല്ലതാണോ? റിവ്യൂസ് എന്ന് പറയുമ്പോൾ നല്ലതാണെന്നും പറയാം, ചീത്തതാണെന്നും പറയാം. അത് പോകുന്ന ഒരു രീതി വെച്ചിരിക്കും റിവ്യൂസ് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില റിവ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിക്ക് ശരിക്കും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മൗലിക അവകാശങ്ങൾ വെച്ച് നോക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സിനിമ കാണാനും സിനിമയെ വിലയിരുത്താനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും. പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയിലെ വ്യത്യാസങ്ങളുണ്ട്. ചിലർ അത് അടിച്ചേൽപ്പിച്ച് നിങ്ങളിത് കാണാൻ പോകരുത്, ഈ സിനിമ കാണാൻ പോകരുത് എന്നുള്ള രീതിക്കൊക്കെ പറയും. നമ്മുടെ പണി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ടൈമിൽ, ജോജുവിൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരാൾ ഈ രീതിക്കായിരുന്നു പ്രസ്താവിച്ചത്. അപ്പം അത്തരത്തിലുള്ള നിലപാടുകൾ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. അതിനെ ആ ഒരു പ്രശ്നത്തെ തന്നെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അഭിപ്രായം പറയുന്നവരുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ സിനിമ പോയി കാണരുത് എന്ന അതിനകത്തൊരു പരാമർശം വന്നു ആ ഒരു റിവ്യൂവിൻ്റെ ഇതിൽ. അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരുപാട് ഒരു വലിയൊരു ടീമുണ്ട് അവരുടെ പിന്നിൽ. ഓരോ കാര്യത്തിനും നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കി തരാൻ പോലും ആൾക്കാരുണ്ട് അവിടെ. അപ്പം അവരുടെയൊക്കെ ഒരു ഉപജീവനം എന്ന് പറയുന്നത് ആ സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ മൊത്തത്തിൽ കാണാൻ പോരുതെന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് പിന്നെ പൈസയൊന്നും വരുന്നില്ല. ഇതൊരു ബിസിനസ് ആണല്ലോ. നമ്മളൊരാൾ കാശ് മുടക്കാനും വേണം, ഒരാൾ കഥ എഴുതാനും വേണം, ഒരാൾ അത് ഡയറക്റ്റ് ചെയ്യാനും വേണം, പിന്നെ അതിനകത്ത് സംഗീതവും അഭിനയിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ലാസ്റ്റ് ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ പോയി ആസ്വദിക്കുന്നത്. അപ്പോൾ അത് ഒന്നടങ്കം പോയി കാണരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അത് കണ്ടിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ കാണരുത്. ഇത് ഈ സിനിമ ഇങ്ങനെയൊക്കെയാണ്, ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ഒരു സംഭവം വന്നിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് നിങ്ങൾ പോയി കാണരുത് എന്നുള്ള രീതിക്ക് പറയാം. അപ്പോൾ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണങ്ങളുടെ രീതി പോലെ ഇരിക്കും. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വർഷങ്ങളുടെ ഒരു ഫലം. അവരിപ്പം സിനിമയുടെ അണിയറ പ്രവർത്തകരായാലും വർഷങ്ങളോളം പണിയെടുത്തിട്ടാണ് ഒരു 2.5 മണിക്കൂർ ഉള്ള ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം അത്രയും വർഷത്തെ കഷ്ടപ്പാട് ഒരു 10 മിനിറ്റിനുള്ളിലായിരിക്കും വേറൊരു റിവ്യൂവർ വന്നിട്ട് സിനിമ കണ്ടിട്ട് ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇരുന്ന് ഡയലോഗ് അടിക്കുക. സിനിമ ഇതാണ് അതാണ്, തുടക്കം തൊട്ട് അവസാനം വരെ ക്ലൈമാക്സ് പറയുന്ന രീതിയിലുള്ള റിവ്യൂവർ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പോഴൊക്കെ സെയിം കോസ്റ്റ്യൂമിൽ വന്നിട്ട് സംസാരിക്കാറുമുണ്ട്. അതൊക്കെ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അവർ നല്ലൊരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരുടെ ഒരു റിവ്യൂ എടുത്തിട്ട് സിനിമ ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് അത് കാണണ്ട, അവർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് കാണണ്ട, അല്ലെങ്കിൽ ഈ സിനിമ നല്ലതാന്ന് പറഞ്ഞു പോയി കാണാം. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നു അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ സിനിമ എങ്ങനെയാണെന്ന് പറയുന്നത്, നമ്മുടെ അല്ല. അതെ, പലർക്കും പല ടേസ്റ്റാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. അതെ, ചിലർക്ക് ക്രൈം ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് റൊമാൻറ്റിക് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫൺ, അല്ലെങ്കിൽ എന്താ, ഓരോരുത്തരും യുണീക്കാണ് ക്യാരക്ടർ. അപ്പം ഓരോരുത്തരുടെ ചിന്താശേഷി വേറെയാണ്. ഇപ്പോൾ എനിക്ക് തമാശകളാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ സൂര്യക്ക് ചിലപ്പോൾ ക്രൈം ആയിരിക്കും ഇഷ്ടം. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ തമാശ സിനിമ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയും അത് നല്ല സിനിമയാണ്. ചിലപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, അത് ചിലപ്പോൾ സൂര്യക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അപ്പം എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെതായ രീതിയിൽ വിലയിരുത്തുക. അപ്പൊ അത് നമ്മൾ സിനിമ പോയി കണ്ടാലേ നമുക്കത് വിലയിരുത്താൻ പറ്റുള്ളൂ. പോകുന്നതിന് മുമ്പ് ഇപ്പൊ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു അത് കൊള്ളില്ല, പക്ഷെ ഞാൻ പോയി അത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ പല എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പോയി കണ്ടിട്ടുള്ള സിനിമകളിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും. അവർ ചിലപ്പോൾ ഇത് എന്നാ സിനിമയെ കൊള്ളത്തില്ലല്ലോ എന്ന് പറയാൻ നേരത്ത് ഞാൻ പറയാം എനിക്കത് ഇഷ്ടപ്പെട്ടല്ലോ. ഓരോരുത്തരും ഓരോ രീതിക്കാണ് ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെ പല സിനിമകളും അത്ര വിജയിക്കാതെ പോയ പല സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ ഒരു ചിന്താഗതിയിൽ എനിക്കത് ഓക്കെ ആണെന്ന് തോന്നി, അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പം അതുപോലെ ആയിരിക്കും എല്ലാവരും യുണീക്കാണ്. അപ്പം നമ്മൾ ഒന്നടങ്കം
ഈ സിനിമ കൊള്ളത്തില്ല. പിന്നെ സിനിമയുടെ ഒരുപാട് സ്ട്രക്ചറുണ്ട്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ, കഥകളാണേലും പോകുന്നതും അതിൻ്റെ ക്ലൈമാക്സും ഒക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിച്ച് നിരൂപണങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ച് ആ സിനിമയ്ക്ക് ഓരോരോ പോസിറ്റീവ്സും നെഗറ്റീവ്സും അത് പറയാം. പക്ഷേ നമ്മൾ ആരും വിലയിരുത്തരുത്, നിങ്ങളത് കാണരുത് എന്നൊന്നും അടിച്ചേൽപ്പിക്കാനൊന്നും നമുക്ക് ആർക്കും അവകാശമില്ലെന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഒരു ഫുള്ളൊരു മൊത്തത്തിൽ ഒരു ടീമിനെ ബാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് റിവ്യൂവർ ഇറങ്ങിയിട്ടുണ്ട്, സിനിമ റിവ്യൂവർ എന്ന് പറഞ്ഞിട്ട്. അതിൽ കൂടുതലും ഇപ്പോൾ വരുന്നത് പ്രൊമോഷൻ വർക്ക് എന്ന രീതിയിൽ തന്നെ ഏതെങ്കിലും ഒരു സിനിമ ആൾക്കാർ പ്രൊമോഷൻ വർക്ക് എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾ സിനിമ പോലും കാണാതെ അടിപൊളി പടമാണ് എന്ന രീതിയിൽ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട്. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് കാണുന്നത് ഒരുപാട് പേരാണ്. അതിൽ നിന്ന് ഓൾറെഡി പൈസ ഏൺ ചെയ്യാൻ കഴിയും. അതുപോലെ ഇങ്ങനെ പ്രൊമോഷൻ വർക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊരു ബിസിനസ്, ആ ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് മാത്രമാക്കിയിട്ട് സിനിമേനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവർ പോകാനുള്ളൊരു ചാൻസും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ സിനിമേനെ നേരെ കാണാതെ അല്ലെങ്കിൽ അതിൽ ബാക്കിയുള്ളവർ കൊടുത്തിരിക്കുന്ന എഫേർട്ട് കാണാതെ അത് മനസ്സിലാക്കാതെ വെറുതെ അങ്ങ് പറയുകയാണ്. ആൾക്ക് പൈസ കിട്ടിയല്ലോ അവരുടെ കയ്യിൽ നിന്ന്, അപ്പം നല്ലതാണെങ്കിൽ അല്ലെ ചീത്തയാണെങ്കിൽ പോലും നല്ലതാണ് എന്ന രീതിയിൽ പ്രസ്താവിച്ചെടുക്കുന്ന രീതിയിലത്തെ സിനിമകളും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ റിവ്യൂവറും ഉണ്ടാവാറുണ്ട്. അതിന്റെ എനിക്ക് അതിന്റെ ഒരു കഥയുടെ പശ്ചാത്തലം പോലെ ആയിരിക്കും സിനിമകളുടെ ഗതി പോകുന്നത്. ഇപ്പോൾ എല്ലാ സിനിമകളും അവസാനം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സിനിമയ്ക്കകത്ത് ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഹാപ്പി എൻഡിങ് വരാത്ത ഒരുപാട് സിനിമ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ചിത്രം സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത പ്രിയദർശന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് മോഹൻലാലിൻ്റെ അതിനകത്തെ സോങ്സും അതിൻ്റെ ഓരോ ദൃശ്യാവിഷ്കാരങ്ങളെല്ലാം നമുക്ക് ഇന്നും മനസ്സിൽ ഓരോ സീനുകളും ഓർമ്മയുണ്ടാവും. അതിന്റെ എൻഡിങ് എന്താണ് വന്നത്? അതിനകത്ത് ആ കല്യാണിയും മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് വിഷ്ണുവും കല്യാണിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവർ തമ്മിൽ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട്. പക്ഷെ അതിന്റെ അവസാനം ശരിക്കും ഒരു നിയമപരമായിട്ട് വിഷ്ണു ആ ഒരു സമയത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ടൈമാണ്. പക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ ആയതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ഇതിന്റെ പേരിൽ കല്യാണിയും വിഷ്ണുവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് വെറുതെ വിടാൻ പറ്റത്തില്ല. അപ്പോൾ നിയമം എന്താണോ അത് തന്നെയാണ് ശരിക്കും സിനിമയ്ക്കകത്ത് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു റിയൽ പോലെ എനിക്ക് തോന്നി. റിയാലിറ്റിയിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ അവർ സുഖമായിട്ട് ജീവിക്കണം, അവർക്കൊരു ജീവിതം വേണമല്ലോ, ഇനിയെങ്കിലും നന്നായിട്ട് പൊക്കോളൂ എന്നുള്ള രീതിക്ക് ഒരു കോടതിയും വെറുതെ ആരെയും. എനിക്ക് തോന്നുന്നു ഒരു ക്ലീശ ആയിട്ടുള്ള ക്ലൈമാക്സ് പൊളിച്ചെഴുതിയ കണക്കത്തെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമകളിലേക്ക്. വന്ദനമായാലും ചിത്രമായാലും സാധാരണ എല്ലാത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളെ സാഡ് ആക്കിയിട്ടുള്ളൊരു, അത്രയും ചിരിപ്പിച്ച് അവസാനം കൊണ്ടുവന്നിട്ട് നമ്മളെ കരയിപ്പിച്ച് പോയ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ സിനിമകൾ പല രീതിക്ക് വരും. ഇപ്പം സങ്കടപ്പെടുത്തുന്ന രീതിക്ക് അവസാനിക്കാം, സന്തോഷിപ്പിക്കുന്ന രീതിക്ക്, ചിലപ്പോൾ സസ്പെൻസ് ആയിരിക്കും അവസാനം വരെ. ഇപ്പൊ ക്രൈം ആണെങ്കിൽ നമ്മൾ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത ആളായിരിക്കും അവസാനത്തിൽ ക്രൈമിലോട്. ചിലപ്പോൾ നേരെ തിരിച്ചും സംഭവിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കഥയുടെ പോക്കും അതിന്റെ ഡയറക്ഷനും ആ ഒരു രീതിക്കാണ്. അപ്പം നിരൂപണം നല്ലതാണ്, പക്ഷെ അതിന് മറ്റൊരാൾക്ക് ദോഷമാവുന്ന രീതിക്ക് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒരു സിനിമകൾ ഇനിയും വേണ്ടതാണ് നമുക്ക്. നമ്മുടെ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമകൾ കാണുന്നത് എനിക്ക് തോന്നുന്നു. സിനിമകൾ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ്, നമ്മളെല്ലാവരും ആസ്വാദകരാണ്. അപ്പോൾ അതിന് ഇനിയും വേണമെങ്കിൽ അതിന് നല്ല രീതിക്ക് കമൻസ് എന്ന് വെച്ചാൽ മൊത്തം പോസിറ്റീവ്സ് ഇടണം എന്നല്ല, നെഗറ്റീവ്സ് ഇടണം. ആ നെഗറ്റീവ്സും കൂടെ ഇട്ടെങ്കിലേ സിനിമയ്ക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. പക്ഷെ അധിക്ഷേപിക്കരുത്, അടിച്ചേൽപ്പിക്കരുത്, പോവരുത് എന്നുള്ള രീതിക്കൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യവസായം നടക്കത്തില്ല, ഒരു ബിസിനസ് ആണല്ലോ. നമ്മൾ മുടക്കുന്നതിൻ്റെ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാലേ വീണ്ടും പ്രൊഡ്യൂസേഴ്സ് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് വരുള്ളൂ, വീണ്ടും തിരക്കഥാകൃത്തുകൾ സിനിമ എഴുതുകയുള്ളൂ, ഡയറക്ടർമാർ അത് ചെയ്യാനും നിൽക്കുള്ളൂ. അപ്പം എല്ലാം ഒരു കണക്റ്റഡ് ആണ്, ഒരു ചെയിൻ പോലെ. അപ്പോൾ നമ്മളും അതിനോട് സഹകരിച്ച് തന്നെ പോവുകയാണെങ്കിൽ ഇനിയും നല്ല നല്ല സിനിമകൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പ്രേക്ഷകരും അത് മനസ്സിലാക്കുക. ഈ റിവ്യൂവറുടെ വാക്കുകൾ കേട്ട് മാത്രം സിനിമയെ വിലയിരുത്താതിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളായിരിക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്ന കാര്യം മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ പോയി കണ്ട്
ആ ഒരു സിനിമേനെ ആസ്വദിക്കുക. ഓരോരുത്തരും അവനവൻ്റെതായ രീതിക്ക്. അത് തീർച്ചയായിട്ടും. ഇപ്പം അവരിപ്പോൾ പുറത്തോട്ട് ഇറക്കുന്ന സിനിമകൾ, റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ നല്ല സിനിമകൾ എന്ന രീതിയിലായിരിക്കും എല്ലാവരും അവരവരുടെ സിനിമകൾ ചെയ്യുന്നത്. അല്ലാതെ മോശം സിനിമകൾ ആരും ചെയ്യാറില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും നല്ല നല്ല സിനിമകളാണ്. അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കും, അല്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് സിനിമകൾ കണ്ട് അത് വിജയിപ്പിക്കുക.